ലോക്കൽ ഡാറ്റ സ്റ്റാക്കിലേക്ക് ആക്സസ് ചെയ്യുന്ന വിധം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഡാറ്റ ആക്സസ് വിത്തൗട്ട് നെസ്റ്റഡ് പ്രൊസീജിയേഴ്സ്. നെസ്റ്റഡ് പ്രൊസീജിയേഴ്സ് കൂടാതെയുള്ള ഡാറ്റ ആക്സസിനെ കുറിച്ചാണ്. ഇൻ ദ സി ഫാമിലി ഓഫ് ലാംഗ്വേജസ്, അതായത് സി ഫാമിലി ലാംഗ്വേജസിൽ all variables are defined either within a single function or outside any function. എല്ലാ വേരിയബിൾസും ഡിഫൈൻ ചെയ്യുന്നത് ഒരു സിംഗിൾ ഫംഗ്ഷൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ പുറത്തോ ആണ് എല്ലാ വേരിയബിളും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് സി ഫാമിലി ഓഫ് ലാംഗ്വേജസിൽ എല്ലാ വേരിയബിളും ഡിഫൈൻ ചെയ്യുന്നത് either within a single function or outside any function globally. Most importantly, it is impossible to declare one procedure whose scope is entirely within another procedure. It is impossible to declare one procedure. അതായത് ഒരു പ്രൊസീജിയർ, അതായത് ഒരു നടപടിക്രമം, ഒരു പ്രൊസീജിയർ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിക്ലെയർ വൺ പ്രൊസീജിയർ whose scope is entirely within another procedure. ഒരു പ്രൊസീജിയർ മറ്റൊരു പ്രൊസീജിയറിൻ്റെ ഉള്ളിലായിട്ട് ഡിക്ലെയർ ചെയ്യുക എന്താണ്, ഇമ്പോസിബിൾ ആണ് എന്നതുകൊണ്ട്. റാദർ എ ഗ്ലോബൽ വേരിയബിൾ വി ഹാസ് എ സ്കോപ്പ്. അതായത് ഇവിടെ ഒരു ആഗോള വേരിയബിൾ വിക്ക് സ്കോപ്പ് ഉണ്ട്, കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ ഫംഗ്ഷൻ, എല്ലാ ഫംഗ്ഷനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്. ദാറ്റ് ഫോളോ ദ ഡിക്ലറേഷൻ ഓഫ് വി, അത് വി വേരിയബിളിൻ്റെ ഡിക്ലറേഷനെ ഫോളോ ചെയ്യുന്നു. എക്സെപ്റ്റ് വേർ ദർ ഈസ് എ ലോക്കൽ ഡെഫിനേഷൻ ഓഫ് ദ ഐഡൻറ്റിഫയർ. except where there is local definition of the identifier v. അതായത് ലോക്കൽ ഡെഫിനിഷൻ ഓഫ് ഐഡൻറ്റിഫയർ വിയെ കൂടാതെ എല്ലാ ഫംഗ്ഷനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഗ്ലോബൽ വേരിയബിളിൻ്റെ സ്കോപ്പ് ഇവിടെ ഉണ്ട്. അതായത് എല്ലാ പ്രൊസീജിയറിനെയും ഒരു പ്രൊസീജിയറിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ സി ഫാമിലി ലാംഗ്വേജസിൽ ഓൾ വേരിയബിൾസ് ആർ ഡിഫൈൻഡ് either within a single function or outside any function globally. Variables declared within a function have a scope. Variables declared within a function have a scope consists of that function only or part of it. The function has nested blocks are discussed in section. Variables declared within a function, ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ് ഹാവ് എ സ്കോപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഓൺലി. ഒന്നെങ്കിൽ ആ ഫംഗ്ഷൻ മാത്രം കൺസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാർട്ടായിരിക്കുക, അല്ലെങ്കിൽ ഇഫ് ദ ഫംഗ്ഷൻ ഹാസ് നെസ്റ്റഡ് ബ്ലോക്സ്. ഇനിയിപ്പോൾ ഫംഗ്ഷന് നെസ്റ്റഡ് ബ്ലോക്സ് ഉണ്ടെങ്കിൽ നമ്മൾ സെക്ഷൻ 1.63 ഡിസ്കസ് ചെയ്ത പോലെ ആയിരിക്കും. ഫോർ ലാംഗ്വേജസ് ദാറ്റ് ഡു നോട്ട് അലോ നെസ്റ്റഡ് പ്രൊസീജിയർ, അതായത് നെസ്റ്റഡ് നടപടിക്രമങ്ങൾ, നെസ്റ്റഡ് പ്രൊസീജിയർ ഡിക്ലറേഷൻസ് അലോ ചെയ്യാത്ത ലാംഗ്വേജസിന് അലോക്കേഷൻ ഓഫ് സ്റ്റോറേജ് ഫോർ വേരിയബിൾസ് ആൻഡ് ആക്സസ് to those variables is simple. Allocation of storage for variables and access to those variables is simple ആയിരിക്കും കാര്യങ്ങൾ. Global variables are allocated static storage. ഇപ്പോൾ ഗ്ലോബൽ വേരിയബിൾസ് ആർ അലോക്കേറ്റഡ് സ്റ്റാറ്റിക് സ്റ്റോറേജ്. ഗ്ലോബൽ വേരിയബിൾസ് എന്തായിട്ടും സ്റ്റാറ്റിക് സ്റ്റോറേജിലേക്കായിരിക്കും അലോക്കേറ്റ് ചെയ്യുന്നത്. The locations of these variables remain fixed. അതായത് ഈ വേരിയബിൾസിൻ്റെ ലൊക്കേഷൻ എന്തായിരിക്കും, ഫിക്സ്ഡ് ആയിരിക്കും. ആൻഡ് റീനോൺ അറ്റ് കമ്പൈൽ ടൈം, അത് പിന്നെ നമ്മൾ ആൻഡ് ആർ നോൺ, അത് പിന്നെ അറിയപ്പെടുന്നത് കമ്പൈൽ ടൈമിലായിരിക്കും. സോ ടു ആക്സസ് എനി വേരിയബിൾ ദാറ്റ് ഈസ് നോട്ട് ലോക്കൽ ടു ദ കറൻ്റ്ലി എക്സിക്യൂട്ടിംഗ് പ്രൊസീജിയർ. സോ to access any variable that is not local to the currently executing procedure. അതായത് കറൻ്റ്ലി എക്സിക്യൂട്ടിംഗ് പ്രൊസീജിയറിന് ഏതെങ്കിലും വേരിയബിൾ ആക്സസ് ചെയ്യുകയാണെങ്കിൽ അത് കറൻ്റ്ലി എക്സിക്യൂട്ടിംഗ് പ്രൊസീജിയറിന് അടുത്തുള്ളതല്ല എങ്കിൽ വി സിംപ്ലി യൂസ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിൻഡ് അഡ്രസ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാറ്റിക്കലി ഡിറ്റർമിൻഡ് അഡ്രസ്സ് യൂസ് ചെയ്യുന്നു. Any other name must be local to the activation at the top of the stack.
രണ്ട്, any other name must be local to the activation at the top of the stack. We may access these variables through the top sub pointer of the stack. An important benefit of static allocation, അതായത് ഇമ്പോർട്ടൻ്റ് ബെനിഫിറ്റ് ഓഫ് സ്റ്റാറ്റിക് അലോക്കേഷൻ ഫോർ ഗ്ലോബൽസ്, അതായത് ആഗോള വേരിയബിൾസിന് ഉള്ള സ്റ്റാറ്റിക് അലോക്കേഷൻ ഇമ്പോർട്ടൻ്റ് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈസ് ദാറ്റ് ഡിക്ലയർഡ് പ്രൊസീജിയേഴ്സ് അതായത് ഡിക്ലയർഡ് നടപടിക്രമങ്ങൾ മേ ബി പാസ്ഡ് ആസ് പാരാമീറ്റേഴ്സ് ഓർ റിട്ടേൺഡ് ആറ്റ് റിസൾട്ട്സ്. ഇതെന്തായിരിക്കും, പാരാമീറ്റേഴ്സ് ആയിട്ടോ റിസൾട്ട്സ് ആയിട്ടോ എന്തായിരിക്കും പാസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഇൻ സി എ പോയിൻ്റർ ടു ദ ഫംഗ്ഷൻ ഈസ് പാസ്ഡ്, അതായത് സി ലാംഗ്വേജിൽ എ പോയിൻ്റർ ടു ദ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷനിലേക്കുള്ള പോയിൻ്റർ ഈസ് പാസ്ഡ് വിത്ത് നോ സബ്സ്റ്റാൻഷ്യൽ ചേഞ്ച് ഇൻ ദ ഡാറ്റ ആക്സസ് സ്ട്രാറ്റജി with the C static scoping rule and without nested procedures. Any name non-local to one procedure is non-local to all procedures, regardless of how they are activated. Similarly, if a procedure is returned as a result, then any non-local name refers to the storage statically allocated for it. അപ്പം എന്താണ് പറഞ്ഞത്? An important benefit of static allocation for globals is that declared procedures may be passed as parameters or returned as result. പാരാമീറ്റേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ റിസൾട്ട് ആയിട്ടോ പ്രൊസീജിയേഴ്സിനെ പാസ് ചെയ്യാം എന്നുള്ളതാണ് സ്റ്റാറ്റിക് അലോക്കേഷൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് ആയിട്ടുള്ളത്. with no substantial change in the data access strategy. അപ്പം വിത്ത് ദ സി സ്റ്റാറ്റിക് സ്കോപ്പിംഗ് റൂൾ, അതായത് സി സ്റ്റാറ്റിക് സ്കോപ്പിംഗ് റൂളിൽ ആൻഡ് വിത്തൗട്ട് നെസ്റ്റഡ് പ്രൊസീജിയേഴ്സ്, അതായത് നെസ്റ്റഡ് പ്രൊസീജിയേഴ്സിനെ കൂടാതെ എനി നെയിം നോൺ ലോക്കൽ ടു വൺ പ്രൊസീജിയേഴ്സ് നോൺ ലോക്കൽ ടു ഓൾ പ്രൊസീജിയേഴ്സ്. എനി നെയിം നോൺ ലോക്കൽ ടു വൺ പ്രൊസീജിയർ, ഏതെങ്കിലും ഒരു നെയിം നോൺ ലോക്കൽ ടു വൺ പ്രൊസീജിയർ, ഏതെങ്കിലും ഒരു പ്രൊസീജിയറിന് നോൺ ലോക്കൽ ആണെങ്കിൽ ഈസ് നോൺ ലോക്കൽ ടു ഓൾ പ്രൊസീജിയേഴ്സ്, എല്ലാ പ്രൊസീജിയേഴ്സിനും നോൺ ലോക്കൽ ആയിരിക്കും. റിഗാർഡ്ലെസ് ഓഫ് ഹൗ ദേ ആർ ആക്ടിവേറ്റഡ്, അതായത് എന്ത് അതിനെ റിഗാർഡ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ എങ്ങനെയാണ് അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ റിഗാർഡ് ചെയ്യുന്നില്ല. സിമിലർലി ഇഫ് എ പ്രൊസീജിയർ ഈസ് റിട്ടേൺഡ് ആഡ് എ റിസൾട്ട്, ഒരു പ്രൊസീജിയർ റിസൾട്ടായി റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ then any non-local name refers to the storage statically allocated for it. Then any non-local name, if a procedure is returned as result, ഒരു പ്രൊസീജിയർ ഒരു നടപടിക്രമമാണ് റിസൾട്ടായിട്ട് റിട്ടേൺ ചെയ്യുന്നത് എങ്കിൽ then any non-local name, അതായത് നോൺ ലോക്കൽ നെയിം റെഫേഴ്സ് ടു ദ സ്റ്റോറേജിലേക്ക് റെഫർ ചെയ്യുന്ന നോൺ ലോക്കൽ നെയിം എന്തായിരിക്കും, സ്റ്റാറ്റിക്കലി അലോക്കേറ്റഡ് ഫോർ ഇറ്റ്, അതായത് സ്റ്റാറ്റിക്കലി ആയിട്ടും ഇതിലേക്ക് അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.